മേഡം, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ വൈറലായിരിക്കും മേഡം. നാട്ടിലൊരു കൂട്ടായ്മ ഉണ്ടേ, അവരൊക്കെ മേഡത്തിന് സ്വീകരണം തരാൻ ഇന്ന് ക്യൂ നിൽക്കുക. ഞാൻ വരുന്ന വഴിക്ക് എല്ലാരും എന്നെ കണ്ട് ചോദിക്കുക മേഡത്തിന്റെ കാര്യം. അപ്പോ ഞാനിത്തിരി ജാടയിട്ട സംസാരിച്ചേ. എന്നാലും മേഡം, അവന്മാരെ കെട്ടിയിട്ട ശേഷം അവിടുന്ന് പോവരുതായിരുന്നു. മീഡിയ ഒക്കെ കവർ ചെയ്യുന്ന മേഡത്തിന്റെ ഫേസ് ആയിരുന്നേനെ. അതിന് വേറെ ഫെയിം വന്നതോ ആ ലോക്കൽ തുണിക്കച്ചവടക്കാരുടെ തിരുമോന്താ. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, മേഡത്തിന് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞാനായിരുന്നെങ്കിൽ ഒന്ന് മടിച്ചേനെ അവന്മാരെ കൈവെക്കാൻ. കാരണം ബോധമില്ലാത്തമാരാണല്ലോ, എന്തും ചെയ്യും. എനിക്കും നമ്മുടെ കുടുംബത്തിനും അഭിമാനമാ മേഡം. എടി ചാരു, എന്നെ പൊട്ടിപ്പറയുന്നതിലൂടെ നീ നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന സമാധാന സന്തോഷമൊക്കെ വെറുതെയാ. നിനക്കുള്ളത് താമസിയാതെ ഞാൻ തരുന്നുണ്ട്. മേഡം, ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലേ? വണ്ടർ വുമണിലെ പോലെ നാട്ടില് മേഡം, ശ്രേയ, ദാ ചായ. പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു നീ പറഞ്ഞിട്ടില്ലാന്ന്? കല്യാണത്തിന് മുൻപ് നീ ഇവിടെ വന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? വെള്ളം തിളപ്പിക്കാൻ പോലും നിനക്കറിയില്ല. കല്യാണം കഴിഞ്ഞു വന്നാൽ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കേണ്ടി വരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് മറന്നതല്ല. അറിഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെയ്യുന്നതാണല്ലോ. അതെ, പക്ഷേ ഇന്ന് നീ കളിച്ച കളി എന്തിനു വേണ്ടിയായിരുന്നു? അനുവിനെ ഞാനാണ് രക്ഷിച്ചതെന്ന് മീഡിയയോടും പോലീസുകാരോടും നീ പറഞ്ഞു. ഇവിടെ നീ അത് അറിയിച്ചു. എല്ലാവരും നിന്റെ പേരിലല്ലേ അഭിമാനം കൊള്ളുന്നത്? ചീഫ് എഞ്ചിനീയർ ശ്രേയ എന്ന് പറഞ്ഞു. അതിനൊരിത്തിരി ബലം ഉണ്ടാവട്ടെ എന്ന് കരുതി. എടി ചാരു, നീ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്തറിയാം ശ്രേയ നിനക്ക്? എനിക്ക് നിന്നോടും ആകാശിനോടും പിന്നെ നിന്റെ ബാലൻ മാമനോടുള്ള ദേഷ്യവും വൈരാഗ്യവും കുറയണം. അതിനുവേണ്ടിയല്ലേ നീ എനിക്ക് ഭക്ഷണം പാക്ക് ചെയ്തതും തുണി അലക്കിയതും ദാ ഇപ്പൊ ന്യൂസും. ചാരു, ഇതൊന്നും മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ വെറും യൂസ്ലെസ് അല്ലെന്ന് നീ മനസ്സിലാക്കിക്ക. എന്നെ ഏത് വിധേനയും കയ്യിലെടുത്ത് ഈ തറവാടിന്റെ പതനത്തെ ഇല്ലാതാക്കാമെന്ന് സ്വപ്നം കാണണ്ട മോളെ. നീ എന്തൊക്കെ ചെയ്താലും എന്റെ മനസ്സിലുള്ള പകയ്ക്കോ വൈരാഗ്യത്തിനോ ഒരണുവിടെ പോലും മാറ്റം ഉണ്ടാവില്ല. നിനക്ക് തെറ്റി ശ്രേയ. നിന്റെ പകയും വൈരാഗ്യമൊന്നും ഇല്ലാതാക്കാനല്ല ഞാനത് ചെയ്തത്. ഞങ്ങളായിട്ട് നിന്നെ ഉപദ്രവിക്കുന്നില്ല, തരം താഴ്ത്തുന്നില്ല എന്നൊക്കെ മറ്റുള്ളവർ മനസ്സിലാക്കാനാ. പിന്നെ നീ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഞങ്ങളായിട്ടൊരു തടയിടണ്ടേ? പകവീട്ടാൻ നീ ശ്രമിച്ചോ? പക്ഷെ അതിന് നിന്ന് തരണോ വേണ്ടയോന്ന്
ഞങ്ങള് തീരുമാനിക്കും. എടി ചായ കുടിച്ചിട്ട് കപ്പ് കഴുകി അടുക്കളയിൽ കൊണ്ട് വെച്ചേക്ക്.